ഇതാണ് നമ്മളെ ജൂലി കൊച്ച്. നമ്മളെ ജൂലി കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാതെയും വിളിക്കാതെയും ക്ഷണിക്കാതെയും നമ്മളെ ജീവിതത്തിലോട്ട് കയറി വന്ന ഒരു സുന്ദരി മോളാണ് നമ്മളെ ജൂലി കൊച്ച്. ജൂലി കൊച്ചെന്ന് പറഞ്ഞാൽ 1 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ജൂലി കൊച്ച് നമ്മളെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നതെന്ന് പറഞ്ഞാൽ അവൾ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് ആരോ എടുത്ത് അവളെ തെരുവിൽ കൊണ്ട് കളഞ്ഞതാണ്. അവിടെ നിന്ന് എങ്ങനെയോ അവൾ നമ്മുടെ വീടിൻ്റെ സമീപത്തൂടിയൊക്കെ വന്ന് അയൽ വീട്ടുകളിലും ഒത്തിരി വീട്ടുകളിൽ എൻ്റെ കൊച്ച് കയറി ഇറങ്ങി നോക്കി. എല്ലാവരും ആട്ടിപ്പായിച്ച്, ആരും കയറ്റിയില്ല. എന്നാൽ ഒരു തക്കട് മുണ്ടം കണക്ക് നല്ലൊരു സുന്ദരി മോളായിരുന്നു കാണാമെന്ന്. ആര് കണ്ടാലും കൊതിക്കുന്ന കണക്കത്തെ നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്താണെങ്കിൽ നമുക്കൊരു റോട്ട് ജിമ്മു എന്നും പറഞ്ഞ് ഒരു റോട്ടുണ്ടായിരുന്നു. മോൻ മരിച്ചിട്ട് അന്നൊരു 1-1.5 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ നായ്ക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കെല്ലാം ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. അപ്പോൾ അവൻ മരിച്ച സങ്കടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നായ്ക്കുട്ടീൻ്റെ കരച്ചിൽ കേട്ട് ഇവിടെ ഇവരെ പപ്പയ്ക്ക് ഇതേത് നായ്ക്കുട്ടിയെന്ന് അറിഞ്ഞോളാൻ വയ്യാതെ പോയി ഗേറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് ഇവൾ പപ്പയെ ഗേറ്റ് തുറക്കണ കണ്ട ഉടനെ ഓടി വന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ അങ്ങ് കയറി. പിന്നെ നമ്മുടെ വീട്ടിൽ കയറിയപ്പം നമ്മുടെ ജിമ്മുക്കുട്ടൻ്റെ ഒരു ഓർമ്മയ്ക്ക് അവനാണെങ്കിലോ എന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിൽ നമ്മൾ പിന്നെ അവളെ അങ്ങ് സ്വീകരിച്ച് നമ്മളെ കൂടെ നിർത്തി. അന്ന് തൊട്ട് ഇന്നിപ്പോൾ എൻ്റെ കൊച്ചിന് 6 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും നല്ല സന്തോഷവതിയായിട്ട് ആരോഗ്യവതിയായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് അവൾ. പക്ഷേ അതിൻ്റെ ഇതൊന്നും അഹങ്കാരം ഒന്നുമില്ല. നമ്മളിവളെ വാങ്ങി കൊണ്ടുവന്നതോ ആഗ്രഹിച്ച് കൊണ്ടുവന്നതോ ഒന്നും അല്ലെന്നുള്ളൊരു ധാരണ എൻ്റെ പൊന്നുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ഇവിടെ ഒരു വലിയ ആധിപത്യവും ഒന്നുമില്ല. കിട്ടണത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ വീട്ടിൻ്റെ മുകളിൽ അവളങ്ങ് കഴിഞ്ഞു കൂടെയാണ്. അവൾക്കാണെങ്കിൽ ഇതുവഴിയൊക്കെ എടുത്ത് വെളിയിലൊക്കെ പെട്ടെന്ന് ചാടി, നാടൻ നായയല്ലേ, ചാടാനും പോവാനും ഒക്കെ ഇവരെ വർഗത്തിലുള്ളവർക്ക് പറ്റണതാണ്. പക്ഷേ അതൊന്നും ചെയ്യില്ല. വെറും ഒരു പാവത്തിനെ കണക്ക് ഇതിൻ്റെ മണ്ടയിൽ തന്നെ കിടക്കും. താഴോട്ട് വരേ ഒന്നുമില്ല. അവൾക്ക് സമയാസമയമുള്ള ഭക്ഷണം നമ്മളിവിടെ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടക്കും. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഇവിടെ 4 സൈഡ് വീട്ടിൻ്റെ 4 സൈഡിലത്തെയും വിശേഷങ്ങൾ ഇവിടെ കയറി നിൽക്കുമ്പോൾ അവൾക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതാണ് അവൾക്കിഷ്ടം. 4 വശത്ത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ സൈഡിലും അറിയാൻ പറ്റും. അതുപോലെ തന്നെ റോഡിലെ വിശേഷങ്ങൾ, അയൽ വീട്ടിലെ വിശേഷങ്ങൾ, ഇതെല്ലാം എൻ്റെ കൊച്ചിന് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷേ താഴെ നിൽക്കുന്നവർക്ക് മതിലിനുള്ളിലല്ലേ, അവരൊന്നും പുറത്ത് പോകാത്തതുകൊണ്ട് അവർക്ക് ഈ മതിലിൻ്റെ ഉള്ളിലുള്ള വിശേഷം അറിയുമോ, പുറത്തെ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാണെങ്കിൽ പുറത്തെ എല്ലാ വിശേഷം അറിയാവുന്നതുകൊണ്ട് അവൾക്ക് ഇതാണ് സുഖം. അവൾക്ക് താഴെ വരെയും വേണ്ട, മറ്റുള്ളവരോട് സഹകരിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അവളെ അങ്ങോട്ടൊന്നും കൊണ്ടും പോകരുത്. ഇവിടെ തന്നെ അവളെ ആഹാരം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, കുളിപ്പീര്, ഇതെല്ലാം ഇതിൻ്റെ മണ്ടയിൽ തന്നെ. പിന്നെ വല്ലപ്പോഴും എപ്പോഴും ഈ ആശുക്കുട്ടനാണ് ഒത്തിരി വന്നിട്ട് ഇവിടെ വന്ന് കാണാൻ വേണ്ടി എപ്പോഴും വന്ന് നോക്കണത്. പിന്നെ എൻ്റെ കൊച്ച് വന്ന് കയറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കൊച്ച് എനിക്കൊരു സ്ഥാനക്കുറവ് ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ധാരണ അവൾക്കുണ്ട്. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ ജിമ്മുക്കുട്ടൻ്റെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവന് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ സ്നേഹം ഇപ്പം അവന് ബാക്കിയുണ്ടായിരുന്ന സ്നേഹം കൂടി നമ്മൾ ഇവൾക്ക് കൊടുത്താണ് അവളെ നോക്കണം. ഇവൾക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം പപ്പയോ അമ്മയോ ആരെങ്കിലും ഒരാൾ വന്ന് 10-15 മിനിറ്റ് അവളോട് ചിലവിടണം. അത് മാത്രമേ ഉള്ളൂ അവൾക്ക്. ബാക്കി വേറെ ഒന്നിനും എൻ്റെ കൊച്ച് ഒന്നും കാണിക്കാറില്ല. എന്താണോ കൊടുക്കുന്നത് അത് വാങ്ങിക്കും, തിന്നും. അങ്ങനെ ഒരു പാവം കൊച്ച്, ഒരു സുന്ദരി മോളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കൊച്ചിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കൊച്ചിനെ എല്ലാവരും കൂട്ടണം. എൻ്റെ കൊച്ചിൻ്റെ നിഷ്കളങ്കമായ ഈ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിഷ്ടം തോന്നൂലേ എൻ്റെ മോളോട്? പാവമാണ് എൻ്റെ കൊച്ച്, സുന്ദരി കുട്ടി.